Hi everyone, welcome back to Wisdom Academy classes. So, നമ്മൾ ട്രിഗ്നോമെട്രി എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററിൻ്റെ ഏറ്റവും ലാസ്റ്റ് എക്സസൈസിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇൻ ബിറ്റ്വീൻ ഒരു എക്സസൈസ് നിങ്ങളുടെ ഡിലീറ്റഡ് പോർഷൻ ആണ്. അപ്പോൾ പണ്ടത്തെ ടെക്സ്റ്റാണ് കിട്ടിയിട്ടുള്ള കുട്ടികൾക്ക് എക്സസൈസ് 8.3 നിങ്ങളുടെ ടെക്സ്റ്റിൽ ഇരിക്കുന്നുണ്ടാവും. ദാറ്റ് ഇസ് കോംപ്ലിമെൻ്ററി ആംഗിൾസുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു എക്സസൈസ്. അത് ആക്ച്വലി സിലബസിൽ നിന്ന് ഡിലീറ്റഡ് ആയിട്ടുള്ള പോർഷൻ ആണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഇപ്പോൾ പഠിക്കേണ്ട ആവശ്യമില്ല. സോ നമ്മൾ ഏറ്റവും ലാസ്റ്റ് എക്സസൈസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കുറച്ച് ഐഡന്റിറ്റീസും കൂടെ പഠിച്ചിട്ട് നമ്മൾ ഏറ്റവും ലാസ്റ്റ് എക്സസൈസിലേക്ക് പോവാണ്. ഇപ്പോൾ ട്രിഗ്നോമെട്രി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാപ്റ്ററിൽ ഏറ്റവും വെയിറ്റേജ് കൊടുത്ത് പഠിക്കേണ്ട എക്സസൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു എക്സസൈസ് തന്നെയാണ്. ബിക്കോസ് പ്രൂവ് ടൈപ്പ്, അതായത് പ്രൂഫ് ടൈപ്പ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ മാർക്കിന് എക്സ്പെക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ ഒരു പാർട്ടിയിൽ നിന്ന് തന്നെയാണ്. ബിക്കോസ് നമുക്ക് എന്ത് ചെയ്താലാണ് നമ്മളുടെ ഉത്തരത്തിലേക്ക് എത്തുക എന്നുള്ളത് നമുക്ക് ആ ഒരു സമയത്ത് പെട്ടെന്ന് ക്ലിക്ക് ആയില്ലെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ തെറ്റിക്കുന്നതും ഈ ഒരു ക്വസ്റ്റ്യൻസിലാണ്, ഏറ്റവും കൂടുതൽ സമയം നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നതും ഈ ഒരു ക്വസ്റ്റ്യൻസിലാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾ ഈ ഒരു എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എല്ലാ ദിവസവും ഇതിലത്തെ ഒരു 2-3 പ്രോബ്ലംസ്, ഞാൻ പറയുന്നത് ഈ ഒരു എക്സസൈസിൽ നിന്ന് മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് മാത്രമല്ല, നിങ്ങൾക്ക് കുറേ അധികം ആക്സസ് ചെയ്യാനുള്ള കാര്യങ്ങളുണ്ടല്ലോ. ക്വസ്റ്റ്യൻ ബാങ്ക്സ് ആയാലും ബ്രൗസേഴ്സ് ആയാലും അല്ലെങ്കിൽ യൂട്യൂബിൽ തന്നെ കുറേ വീഡിയോ ചാനൽസ് വരുന്നുണ്ട് അല്ലേ. അപ്പോൾ അതിൽ നിന്നൊക്കെ കിട്ടുന്ന കുറേ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, സമയം കിട്ടുമ്പോൾ ഒരു 2-3 ക്വസ്റ്റ്യൻസ് ഒരു ദിവസം ഒരു 2-3-4 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഈ ഒരു പോർഷനിൽ നിന്ന് പഠിച്ചാൽ മതി. അങ്ങനെ തന്നെ ആകുമ്പോൾ നിങ്ങളുടെ എക്സാം ആകുമ്പോഴേക്കും നിങ്ങൾക്ക് ഒരുവിധം നല്ലോണം ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് തന്നെ കവർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അല്ലാത്ത പക്ഷെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ ഇവിടെ നിന്ന് വർക്കൗട്ട് ചെയ്ത് കാണിച്ചു തരാം. പക്ഷെ അത് മാത്രം പോരാ, കുറച്ചും കൂടെ കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യണം, കണ്ടുപിടിച്ച് തന്നെ വർക്കൗട്ട് ചെയ്യണം. നമ്മൾ തന്നെ വർക്കൗട്ട് ചെയ്യുമ്പോഴാണ് നമ്മളുടെ തെറ്റുകൾ മനസ്സിലാവുള്ളൂ. തെറ്റുകൾ മനസ്സിലായാലേ നമുക്കത് തിരുത്താനായിട്ട് അറിയുള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാ ദിവസവും നിങ്ങളൊരു 2-3 ക്വസ്റ്റ്യൻസ് നിങ്ങൾ തന്നെ ഫൈൻഡ് ഔട്ട് ചെയ്ത് നിങ്ങൾ തന്നെ സോൾവ് ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് ചിലപ്പോൾ ഒരു വേയിൽ ചെയ്താൽ മാത്രമല്ല, ചിലപ്പോൾ 2-3 വേയിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഒരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ നമ്മൾക്ക് സോൾവ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഷീറ്റ് കിട്ടിയിട്ട് ആ ഒരു ഷീറ്റിലത്തെ സ്റ്റെപ്പ് തന്നെ യൂസ് ചെയ്തിട്ട് ചിലപ്പോൾ വേണമെന്നില്ല, നിങ്ങൾക്ക് വേറെ സ്റ്റെപ്പ് ചെയ്താലും ചിലപ്പോൾ ആൻസറിലേക്ക് എത്തും. അത് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന സ്റ്റെപ്പുകൾ കറക്റ്റായിരിക്കണം. അല്ലാണ്ട് ലാസ്റ്റ് ഉത്തരം എങ്ങനെയോ കറക്റ്റായി പക്ഷെ ഇൻ ബിറ്റ്വീനിലുള്ള സ്റ്റെപ്സ് തെറ്റി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മാർക്ക് കിട്ടില്ല. അപ്പോൾ നമ്മൾ ചെയ്യുന്ന സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ കറക്റ്റാണ്, നമ്മളുടെ ഉത്തരം കറക്റ്റാണെങ്കിൽ നമുക്ക് എന്തായാലും അവിടെ മാർക്ക് കിട്ടിയിരിക്കും. ഓക്കെ, ശരി. അപ്പോൾ ഫസ്റ്റ് ക്ലാസ്സസ് ആരെങ്കിലും അറ്റൻഡ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. ആ ഒരു ലിങ്ക് ആക്സസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുവരെയുള്ള ചാപ്റ്റേഴ്സ് മീൻസ് 7 ചാപ്റ്റേഴ്സ് നമ്മൾ ഏകദേശം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒക്കെ കംപ്ലീറ്റ് വീഡിയോസ് ആക്സസ് ചെയ്യാവുന്നതാണ് കേട്ടോ. നെക്സ്റ്റ് ട്രിഗണോമെട്രിക് ഐഡന്റിറ്റീസ് ആണ് നമ്മൾ പഠിക്കുന്നത്. ഏറ്റവും ലാസ്റ്റ് കിടക്കുന്ന 3 ഐഡന്റിറ്റീസ് ആണ് ഇത് കേട്ടോ. ദാറ്റ് ഈസ് cos സ്ക്വയർ എ പ്ലസ് സൈൻ സ്ക്വയർ എ 1 ആണ്, sec സ്ക്വയർ എ മൈനസ് ടാൻ സ്ക്വയർ എ 1 ആണ്, cosec സ്ക്വയർ എ മൈനസ് cot സ്ക്വയർ എ 1 ആണ്. ഓക്കെ, ഇപ്പോൾ ഈ ഇക്വേഷൻ ഇങ്ങനെ തന്നെ ആയിരിക്കും ടെക്സ്റ്റിൽ കിടക്കുന്നുണ്ടാവുക. ഈ ഇക്വേഷൻ ഇങ്ങനത്തെ രീതിയിൽ എഴുതിയിട്ടുള്ളതാണ്. =1 എന്നുള്ള രീതിക്ക് പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടി എഴുതി കാണിച്ചാന്നേ ഉള്ളൂ. അല്ല നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ അതേ ഫോർമാറ്റിലാണ് പഠിച്ചു വെച്ചിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല, നിങ്ങൾ അങ്ങനെ തന്നെ പഠിച്ചോളൂ. അല്ലാത്ത കുട്ടികൾക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് =1 ആയി കഴിഞ്ഞാൽ എല്ലാം =1 എഴുതി പഠിപ്പിച്ചു തന്നാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പമായുമല്ലോ ഓർമ്മ വെക്കാനായിട്ട്. അതുകൊണ്ട് മാത്രം എഴുതിയതാണ്. നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവേണ്ട, അതേ സെയിം ഇക്വേഷൻ തന്നെയാണ് നമ്മൾ എഴുതിയിട്ടുള്ളത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ട് എങ്ങനെയാണോ പഠിക്കാൻ പറ്റുന്നത് അതേ രീതിയിൽ പഠിച്ചു വയ്ക്കുക, തെറ്റാണ്ട് പഠിച്ചാൽ മതി. സോ ഇവിടെ നമുക്ക് cos സ്ക്വയർ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ എഴുതാൻ പറ്റുക, ഈ സൈൻ സ്ക്വയറിന് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ 1 മൈനസ് സൈൻ സ്ക്വയർ എന്ന് എഴുതാം. സൈൻ സ്ക്വയർ എനെ നമുക്ക് എങ്ങനെ എഴുതാനായിട്ട് പറ്റും, 1 മൈനസ് കോസ് സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും അല്ലെ. അപ്പൊ അതായത് ഒരു ബേസ് ഇക്വേഷനിൽ നിന്ന് 2 സബ് ഡിവിഷൻ ആയിട്ട് നമ്മൾ എന്ത് ചെയ്തേക്കാണ്, ഇക്വേഷൻസ് ഫോം ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഇത് നമ്മളുടെ പാരന്റ് ഇക്വേഷൻ ആണെങ്കിൽ അതിൽ നിന്ന് കിട്ടിയിട്ടുള്ള 2 ചെറിയ ഇക്വേഷൻസ് ആണ് ഇതൊക്കെ നമുക്ക് ആവശ്യമുള്ളതാണ്. കോസ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 മൈനസ് സൈൻ സ്ക്വയർ ആണ്, സൈൻ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മൈനസ് കോസ് സ്ക്വയർ ആണ്. ഇവിടെ അതേമാതിരി തന്നെ ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ sec സ്ക്വയർ എഴുതുകയാണെങ്കിൽ ഇറ്റ് ഈസ് 1 പ്ലസ് ടാൻ സ്ക്വയർ എ, അല്ല ടാൻ സ്ക്വയർ ആണ് എഴുതുന്നതെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് sec സ്ക്വയർ എ മൈനസ് 1 ഇസ് ഈക്വൽ ടു ടാൻ സ്ക്വയർ എ അല്ലെ. ഈ നെഗറ്റീവ് ടാൻ സ്ക്വയർ ഇങ്ങോട്ട് പോകുമ്പോൾ പോസിറ്റീവ് ആവും, ഇവിടുത്തെ 1 ഇവിടേക്ക് എത്തുമ്പോൾ എന്താവും, -1 ആയിരിക്കും. ആക്ച്വലി എനിക്ക് തോന്നുന്നു 1 പ്ലസ് ടാൻ സ്ക്വയർ ഈക്വൽ ടു sec സ്ക്വയർ എന്നുള്ള രീതിക്കാണ് നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്നത്. കണ്ടോ, അതേ ഇക്വേഷൻ തന്നെ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്.
സോ നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഫോർമാറ്റിൽ നിങ്ങളിത് പഠിച്ചു വയ്ക്കുക, തെറ്റാണ്ട് പഠിച്ചാൽ മതി കേട്ടോ. നെക്സ്റ്റ് cosec square a is equal to 1 plus cot square a or cosec square a minus 1 is equal to cot square a. പാരന്റ് ഇക്വേഷൻസ് പഠിച്ചു വയ്ക്കുക, ബാക്കിയുള്ള ഇക്വേഷൻസ് ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ കിട്ടാവുന്നതേ ഉള്ളൂ. അത്രയും ഇക്വേഷൻസ് 3, 6, 9 ഇക്വേഷൻസ് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യരുത്. പാരന്റ് ഇക്വേഷൻസ്, അതായത് ഈ ഒരു ഇക്വേഷൻ അതേമാതിരി തന്നെ ഈ ഒരു ഇക്വേഷൻ, ഇത് നിങ്ങൾ കാണാപാഠം പഠിച്ചു വയ്ക്കുക, എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് പഠിച്ചു വയ്ക്കുക. അതിനുശേഷം ബാക്കിയുള്ള 2 ഇക്വേഷൻസ് ഫോം ചെയ്യാനായിട്ട് പഠിച്ചാൽ മതി. ഓക്കെ, കാണാപാഠം പഠിക്കരുത്. കാണാപാഠം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓർത്തെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. Next we are moving on to exercise 4. നിങ്ങളുടെ പഴയ ടെക്സ്റ്റിൽ exercise 4 ആയിരിക്കും, പുതിയ ടെക്സ്റ്റിൽ exercise 3 ആയിരിക്കും കേട്ടോ. ഈ ഒരു എക്സസൈസിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. എക്സ്പ്രസ് ദ ട്രിഗ്നോമെട്രിക് റേഷ്യോസ് സൈൻ എ, സീക്ക് എ, ടാൻ എ ഇൻ ടേംസ് ഓഫ് കോട്ട് എ. അതേ രീതിയിൽ കറസ്പോണ്ടിങ്ങിൽ കിടക്കുന്ന രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് ഓൾ അതർ ട്രിഗ്നോമെട്രിക് റേഷ്യോസ് ഓഫ് ആംഗിൾ എ ഇൻ ടേംസ് ഓഫ് സീക്ക്. അതായത് നമ്മൾ കോസേനെ സീക്കയുടെ രീതിയിൽ റെപ്രസെന്റ് ചെയ്യണം, സൈനേനെ സീക്കയുടെ രീതിയിൽ റെപ്രസെന്റ് ചെയ്യണം, ടാനേനെ സീക്കെ, കോട്ടേനെ സീക്കെ. അപ്പോൾ ആ ഫസ്റ്റ് 2 ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ ഇങ്ങനെ തന്നെ ചോദിച്ചില്ലെങ്കിലും വേറെ ഏതെങ്കിലും രീതിയിൽ, ഇപ്പോൾ സൈനിനെ കോസിന്റെ രീതിയിൽ റെപ്രസെന്റ് ചെയ്യുക, അല്ലെങ്കിൽ സൈൻ ടാൻ സീക്കിനെ കോസിന്റെ രീതിയിൽ റെപ്രസെന്റ് ചെയ്യുക, അങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം. അപ്പോൾ അതായത് ഈ 2 ക്വസ്റ്റ്യൻസ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് വെക്കാം. സോ എക്സസൈസ് 3 ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ആദ്യം ക്വസ്റ്റ്യൻ തെറ്റാണ്ട് എഴുതുക. സൈൻ, സീക്ക്, ടാൻ ഈ 3 ട്രിഗണോമെട്രിക് പാരാമീറ്റേഴ്സിനെ കോട്ട് എയുടെ രീതിയിൽ റെപ്രസെന്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ നമുക്ക് സൈനും കോട്ടും തമ്മിലുള്ള ഡയറക്റ്റ് റിലേഷൻ അറിയില്ല അല്ലെ. പകരം നമുക്ക് സൈനെ ഈക്വൽ ടു 1 ബൈ കൊസീക്ക് ആണെന്ന് അറിയാം. കൊസീക്കും കോട്ടും തമ്മിലുള്ള റിലേഷൻ അറിയാം. അല്ല, കൊസീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് 1 പ്ലസ് കോട്ട് സ്ക്വയർ എ ഓർ കൊസീക്ക് ഈസ് ഈക്വൽ ടു, നമുക്ക് കൊസീക്ക് സ്ക്വയർ അല്ല വേണ്ട, കൊസീക്ക് ആണ് വേണ്ടത്. ദാറ്റ് ഈസ് റൂട്ട് ഓഫ് 1 പ്ലസ് കോട്ട് സ്ക്വയർ എ. അതായത് ഇവിടെ നമുക്ക് സൈൻ ഈസ് ഈക്വൽ ടു എന്തെഴുതാനായിട്ട് പറ്റും? 1 ബൈ റൂട്ട് ഓഫ് 1 പ്ലസ് കോട്ട് സ്ക്വയർ എ എന്ന് എഴുതാനായിട്ട് പറ്റും. ഇപ്പൊ ഇവിടെ നോക്കി നോക്കൂ, നമുക്ക് കോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാരാമീറ്റർ മാത്രമേ ഉള്ളൂ, ബാക്കി ഒരൊറ്റ ടേം വരുന്നില്ല. ഇപ്പൊ നമ്മൾ സൈനിനെ കോട്ടിന്റെ രീതിയിൽ റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മൾ സീക്കിനാണ് റെപ്രസെന്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. സീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് സീക്ക് സ്ക്വയർ എ. നമ്മൾ സീക്കും ടാനും തമ്മിലുള്ള റിലേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. എന്തായിരുന്നു? സീക്ക് സ്ക്വയർ എ മൈനസ് ടാൻ സ്ക്വയർ എ ഇസ് ഈക്വൽ ടു 1 പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ സീക്ക് സ്ക്വയർ എ ഇസ് ഈക്വൽ ടു നമുക്ക് എന്തെഴുതാം? 1 പ്ലസ് ടാൻ സ്ക്വയർ എ എന്ന് എഴുതാം. ഓർ സീക്ക് എ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 1 പ്ലസ് ടാൻ സ്ക്വയർ എ എന്ന് എഴുതാം. നമുക്ക് ഇതല്ല വേണ്ടത്, ബിക്കോസ് നമുക്ക് ഇവിടെ ടാനിനെ റീപ്ലേസ് ചെയ്ത് കോട്ട് വേണം. നമുക്കറിയാം ടാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 1 ബൈ കോട്ട് ആണ് അല്ലെ. അപ്പോൾ 1 ബൈ കോട്ട് എന്ന് എഴുതി. ജസ്റ്റ് അതൊന്ന് റബ് ചെയ്യാണ്. 1 ബൈ കോട്ട് ദ ഹോൾ സ്ക്വയർ വരും. ടാൻ സ്ക്വയർ ആണ്, അപ്പോൾ 1 ബൈ കോട്ട് ദ ഹോൾ സ്ക്വയർ, ഓർ ദാറ്റ് ഈസ് 1 ഡിവൈഡഡ് ബൈ 1 ബൈ കോട്ട് സ്ക്വയർ എന്ന് വരും. ഓർ കോട്ട് സ്ക്വയർ എ പ്ലസ് 1 ഡിവൈഡഡ് ബൈ കോട്ട് സ്ക്വയർ എ വരും. റൂട്ട് കളയാണെങ്കിൽ മുകളിലേക്ക് സെപ്പറേറ്റ് റൂട്ട് കൊടുക്കുക, താഴേക്ക് കോട്ട് സ്ക്വയർ എയുടെ റൂട്ട് എന്താണ്? കോട്ട് എ ആണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ്? സീക്ക് എടുക്കുമ്പോൾ ജസ്റ്റ് കോട്ടിൻ്റെ ടേംസ് മാത്രമാണ് വരുന്നത്. അപ്പോൾ രണ്ടാമത്തെ സെക്ഷനും കഴിഞ്ഞു.
ഇനി മൂന്നാമത്തെ സെക്ഷൻ ചെയ്യണം. അത് ഡയറക്റ്റ് നമുക്ക് റിലേഷൻ അറിയുന്നതാണ്. ടാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 1/cot A ആണ്. അപ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ എന്തായാലും അറിഞ്ഞിരിക്കണം. ബിക്കോസ് നമുക്ക് ഇവിടെ എല്ലാ ഐഡൻറ്റിറ്റീസും നമ്മളിവിടെ യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. ആദ്യം പഠിച്ച ഐഡൻറ്റിറ്റീസ് തൊട്ട് നമ്മളിവിടെ യൂസ് ചെയ്യാണ്. അപ്പോൾ എന്തായാലും ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്തു പഠിക്കുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ തന്നെ വർക്കൗട്ട് ചെയ്യുക. ആംഗിൾ എയുടെ എല്ലാ ട്രിഗണോമെട്രിക് പാരാമീറ്റേഴ്സും നമ്മൾ ഒരെണ്ണത്തിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. അത് തന്നെ ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കി നോക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കുറച്ചും കൂടെ ക്വസ്റ്റ്യൻസ് ആയിട്ട് എത്താം. ഓക്കെ, ബൈ, താങ്ക് യു.